അത് CPM പറയും ഇടത് കോട്ടയാണ്. CPM അങ്ങനെ പലതും പറയാമല്ലോ. ഇടത് കോട്ട ഭരിച്ച് ഇപ്പം എല്ലാ ഇടത്തോട്ടാണല്ലോ ഇരിക്കുന്നത്. മണ്ഡലം പലതുണ്ടെങ്കിലും കേരളം ഒട്ടാകെ എന്നുള്ള ചിന്തയോടുകൂടി മുമ്പോട്ട് നീങ്ങുന്ന ആൾക്കാരാണ് നമ്മൾ. എല്ലാം തകർന്നടിഞ്ഞ് കിടക്കുന്ന റോഡാണ്. പിന്നെ വന്യജീവിയുടെ പ്രശ്നമുണ്ട്. ഈ ഷെഡ്യൂൾ ട്രൈബ്സ് അവിടെ കുറച്ച് മേഖലകളിൽ ഷെഡ്യൂൾ ട്രൈബ്സ് ഉണ്ട്. അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ വികസനം തൊട്ട് തീണ്ടാത്ത സ്ഥലങ്ങളാണ്. അടിസ്ഥാനപരമായിട്ട് ഒത്തിരി സൗകര്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. പിന്നെ ടൂറിസം ഒത്തിരി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലവും കൂടിയാണ്. മാറി മാറി ഭരിച്ച MLA-മാർ ഇതൊന്നും ശ്രദ്ധിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. വികസനങ്ങൾ അവരുടെ കുടുംബത്തിലേക്കും അവരുടെ പോക്കറ്റിലേക്കും മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അരുവിക്കരയിലെ NDA സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ മറുനാടിനൊപ്പം ഉള്ളത്. രണ്ടാമതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പുതിയൊരു മണ്ഡലം എങ്ങനെ പോകുന്നു പ്രചരണങ്ങൾ? പുതിയ മണ്ഡലം എന്നൊന്നും എനിക്ക് അങ്ങനെ തോന്നില്ല. കാരണം നമ്മളെല്ലാം മലയാളികളാണ്, നമ്മളെല്ലാവരും BJP പ്രവർത്തകരാണ്, നമ്മളെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഏത് മണ്ഡലം നമ്മൾ പോയി കഴിഞ്ഞാലും നമ്മളെല്ലാം ഒരുമിച്ച് ജനങ്ങൾക്ക് വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുന്ന വ്യക്തികളാണ്. നമുക്ക് നാടിന് വികസനം കൊണ്ടുവരിക എന്നുള്ളത്. മണ്ഡലം പലതുണ്ടെങ്കിലും കേരളം ഒട്ടാകെ എന്നുള്ള ചിന്തയോടുകൂടി മുമ്പോട്ട് നീങ്ങുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പം അങ്ങനെ പുതിയ മണ്ഡലമൊന്നുമില്ല. പിന്നെ ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്, നെടുമങ്ങാട് മണ്ഡലത്തിലാണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് വോട്ട് തിരുവനന്തപുരം മണ്ഡലത്തിലാണ്, ഞാൻ താമസിക്കുന്നത് നെടുമങ്ങാട് മണ്ഡലമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ വീട്ടിൽ നിന്ന് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു ദൂരം മാത്രമേ ഉള്ളൂ എനിക്ക് അരുവിക്കര എന്ന് പറയണം. അപ്പം അത്രയും അടുത്ത് നമ്മൾ ജീവിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ പ്രവർത്തിക്കാനായിട്ട് അഹോരാത്രം എൻ്റെ കൂടെ പണിയെടുക്കാനായിട്ട് എനിക്ക് മുന്നേ പ്രവൃത്തി പരിചയമുള്ള നേതാക്കളുണ്ട്, അതുപോലെ ഒത്തിരി പ്രവർത്തകരുണ്ട്. അപ്പം അവരോടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പ്രശ്നങ്ങളോ ക്ഷീണങ്ങളോ ഒന്നും അറിയില്ല. മത്സരത്തിനില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ളൊരു തീരുമാനമായിരുന്നു. കാരണം ഞാനും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം തിരിച്ച് വീണ്ടും മത്സര രംഗത്തിലേക്ക് ഇറങ്ങിയതാണ്. ഞാൻ മറ്റുള്ള മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നിൽക്കുന്നതായിരുന്നു. അരുവിക്കരയിലെ ജനങ്ങൾ പ്രധാനമായി നേരിടുന്ന പ്രശ്നങ്ങൾ നിലവിൽ എന്തൊക്കെയാണ്? അടിസ്ഥാനപരമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ റോഡ് കുറച്ച് ഉള്ളിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ റോഡൊക്കെ വളരെ ഈ പറഞ്ഞ പോലെ ഒരു ക്രിയാത്മകമായിട്ടുള്ള ഒരു റോഡ് പോലും ഇല്ല. എല്ലാം തകർന്നടിഞ്ഞ് കിടക്കുന്ന റോഡാണ്. പിന്നെ വന്യജീവിയുടെ പ്രശ്നമുണ്ട്. ഈ ഷെഡ്യൂൾ ട്രൈബ്സ് അവിടെ കുറച്ച് മേഖലകളിൽ ഷെഡ്യൂൾ ട്രൈബ്സ് ഉണ്ട്. അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ വികസനം തൊട്ട് തീണ്ടാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ അവരെയൊക്കെ പോയി കണ്ട് സംസാരിക്കണം. അടിസ്ഥാനപരമായിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ തിരക്ക് ഉള്ളിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ്സ് ഒന്നും ഇല്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ മാത്രമല്ല ഈ സിറ്റിയിൽ നിന്നൊക്കെ ജോലി കഴിഞ്ഞ് വരുന്ന വനിതകളൊക്കെ രാത്രി ഭയങ്കര ബുദ്ധിമുട്ട്. രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് പോലും ഇല്ലാതെ അവരൊക്കെ വീട്ടിലേക്ക് എത്താൻ പ്രയാസപ്പെടുന്നൊരു കാലഘട്ടമാണ്. ഇന്നത്തെ കാലഘട്ടം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അപ്പം അതിനൊക്കെ അടിസ്ഥാനപരമായിട്ട് ഒത്തിരി സൗകര്യങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. പിന്നെ ടൂറിസം ഒത്തിരി വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലവും കൂടിയാണ്. അപ്പോൾ ടൂറിസം നമ്മൾ കാര്യമായിട്ട് നോക്കുന്നുണ്ട്. അവിടെ കുറച്ചുകൂടെ ഡെവലപ്മെൻറ്റ്സൊക്കെ കൊണ്ടുവന്ന് കുറച്ചുകൂടെ ഇല്ല നല്ല ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാനാണ്. അവിടെ ടൂറിസം എന്ന് പറയുന്നത് ആരും ശ്രദ്ധിക്കാതിരിക്കുക. പിന്നെ പല പാലങ്ങളൊക്കെ ഏകദേശം പൊളിഞ്ഞ് വീഴാറായുള്ള മട്ടിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ അരുവിക്കര ഡാമിന് ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു പാലമുണ്ട്. അതും ഈ പറഞ്ഞ പോലെ വികസനം വരേണ്ട സമയം കഴിഞ്ഞ് പണ്ട് ബ്രിട്ടീഷുകാരിട്ട പാലമാണ് അതിപ്പോഴും കിടക്കുന്നത്. അപ്പോൾ അതിലൊക്കെ വികസനങ്ങൾ കൊണ്ടുവന്ന് ഒത്തിരി വികസനങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. ഒത്തിരി വികസനങ്ങൾ വരേണ്ട ഒരു മണ്ഡലമായിരുന്നു ഇതിനൊക്കെ മുമ്പേ. പക്ഷെ ഇപ്പോഴും അവിടെ മാറി മാറി ഭരിച്ച MLA-മാർ ഇതൊന്നും ശ്രദ്ധിച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. വികസനങ്ങൾ അവരുടെ കുടുംബത്തിലേക്കും അവരുടെ പോക്കറ്റിലേക്കും മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതിനൊക്കെ മാറ്റി നല്ല വികസനം നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോകുന്ന ആളാണ്. CPM പറയുന്നത് ഇടത് കോട്ടയാണ്. CPM പറയുന്നത് അത് CPM പറയും ഇടത് കോട്ടയാണ്. CPM അങ്ങനെ പലതും പറയാമല്ലോ. ഇടത് കോട്ട ഭരിച്ച് ഇപ്പം എല്ലാ ഇടത്തോട്ടാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ നട്ട് മുടിപ്പിച്ചെല്ലാം ഇതാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തു നിന്ന് എല്ലാം തിരിച്ച് കൊണ്ടുവരാനായിട്ട് സമയമെടുക്കും. ആ ഒരു സമയം നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ കുറേ സൗകര്യങ്ങളോടുകൂടി പയ്യെ ഓരോന്നായിട്ട് മേളിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. വോട്ടിൻ്റെ ഭൂരിപക്ഷം അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പം ഞാൻ തുടങ്ങിയിട്ട് പ്രചരണം തുടങ്ങി 2 ദിവസം ആയതേ ഉള്ളൂ. അങ്ങനെ വലിയ ഭൂരിപക്ഷത്തിൻ്റെ കണക്കൊന്നും ഞാൻ ഇപ്പം പറഞ്ഞ് ആരുടെയും തല ഇറക്കുന്നില്ല. നമുക്ക് നോക്കാം. എന്തായാലും നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച് വരാനുള്ള രീതിയിലേക്ക് നമ്മൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും അരുവിക്കര മണ്ഡലത്തെ സംബന്ധിച്ച് സാധാരണ ജനങ്ങൾ ഒരുപാട് ജീവിക്കുന്ന സ്ഥലമാണ്. വികസന കാര്യങ്ങൾ ഇതുവരെയും തൊട്ട് തീണ്ടിയിട്ടില്ല എന്നാണ് വിവേക് ഗോപൻ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഭൂരിപക്ഷത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല എന്നുള്ള വ്യക്തതയും നമുക്ക് അദ്ദേഹം നൽകുകയാണ്. എന്തായാലും വിവേക് ഗോപന് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. മുൻപ് കൊല്ലം ജില്ലയിലെ ചവറയിലായിരുന്നു അദ്ദേഹം മത്സരിച്ചിരുന്നത്. ഇപ്പോൾ അരുവിക്കരയിൽ അദ്ദേഹം രണ്ടാമതും മത്സരത്തിനായി ഇറങ്ങിയിരിക്കുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.